കോഴിക്കോട് ബീച്ചിൽ രണ്ട് കുട്ടികൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, തിരയിൽപ്പെട്ടു എന്നാണ് ലഭ്യമാകുന്ന വിവരം. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി റിയാസ് KMR ഉണ്ട് കോഴിക്കോട് നിന്ന്. റിയാസ്, എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് ഈ അപകടം? എബി, ഇന്ന് 8:30 ശേഷമായിരുന്നു ഈ സംഭവം. കാരണം ഈ കോഴിക്കോട് ബീച്ചിൽ സാധാരണയായി ഞായറാഴ്ചകളിൽ കുട്ടികളും അതുപോലെ യുവാക്കളെല്ലാം ബീച്ചിൽ നേരത്തെ എത്താറുണ്ട്, തിരയിൽ കളിക്കാറുണ്ട്, ഒപ്പം തന്നെ ഫുട്ബോളും കളിക്കാറുണ്ട്. അങ്ങനെ ഫുട്ബോൾ കളിക്കുന്നതിനിടെയാണ് ഒളവണ്ണ സ്വദേശികളായ 2 പേർ, 17 വയസ്സുള്ള ഒരു ആദിലാണ് ആദ്യം തിരയിൽ അകപ്പെട്ടത്. അതായത് ഫുട്ബോൾ കളിക്കുന്നതിനിടെ പന്ത് തിരയിലേക്ക് പോയി. ആ പന്ത് എടുക്കാൻ പോയ സമയത്താണ് ആദിൽ ഈ തിരയിൽ അകപ്പെടുന്നത്. പിന്നാലെ ആദിൽ തിരയിൽ അകപ്പെടുന്നത് കണ്ട് ആദിലിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച കൂട്ടുകാരിൽ ഒരാൾ, 17 വയസ്സ് തന്നെയാണ് കുട്ടിയുമുള്ളത്. അങ്ങനെ 2 പേരാണ് ഇപ്പോൾ തിരയിൽ അകപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അവർക്ക് വേണ്ടിയുള്ള ഒരു തിരച്ചിൽ നടത്തുന്നു. കടലിൽ ശക്തമായ അടിയൊഴുക്കുണ്ട് എന്നുള്ളതാണ് ഈ തിരച്ചിൽ നടത്തുന്ന നാട്ടുകാരും ഒക്കെ, ഒപ്പം തന്നെ പോലീസും എല്ലാം വ്യക്തമാക്കുന്നത്. പോലീസും അഗ്നിരക്ഷാ സേനയും നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. എന്തായാലും ഈ 2 കുട്ടികൾ തിരയിലകപ്പെട്ടത് വലിയൊരു ആശങ്കയാണ് കോഴിക്കോട് ബീച്ചിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏറ്റവും തിരക്കുള്ള ബീച്ചുകളിൽ ഒന്നാണ് കോഴിക്കോട് ബീച്ച്. പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ വലിയ തോതിൽ ആളുകൾ എത്തുന്ന ബീച്ചാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പെട്ടെന്നുണ്ടായൊരു അവസ്ഥ, അതായത് ഒരു അപകടം, അത് വലിയൊരു ആശങ്കയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അബി, റിയാസ്, നേരത്തെ നമ്മൾ ഈ മഴ മുന്നറിയിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് കൃത്യമായും ആ വാർത്തകളിൽ കണ്ടിരുന്നത് ഈ ഇത്തരത്തിൽ ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളൊന്നും തന്നെ ഈ കടലിലേക്ക് പോകരുത് തുടങ്ങിയ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ആ സാഹചര്യം തന്നെയാണോ അവിടെ ഉണ്ടായിരുന്നത്? ഈ കടൽ അത്യാവശ്യം പ്രക്ഷുബ്ധമാകുന്നൊരു സാഹചര്യമായിരുന്നോ? തീർച്ചയായും. കാരണം ഇന്ന് പ്രത്യേകിച്ച് അടിയൊഴുക്ക് ശക്തമാണ് എന്നാണ് നാട്ടുകാർ, അതായത് ഈ കടലുമായി ബന്ധമുള്ള നാട്ടുകാർ നമ്മളോട് പറയുന്നത്. അവരാണ് ഏറ്റവും കൂടുതൽ ാണ് കടലുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആളുകൾ. അപ്പോൾ അവർ പറയുന്നത് ഇന്ന് കടലിലെ അടിയൊഴുക്ക് ശക്തമാണ്, തിരമാലകൾ ഉയരുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് എബി പറഞ്ഞതുപോലെ കാലാവസ്ഥയുടെ മുന്നറിയിപ്പെല്ലാം തന്നെ മഴയുടെ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഉണ്ടായിരുന്നു. എങ്കിൽ കൂടിയും അതൊന്നും പലപ്പോഴും ഈ ബീച്ചിലെത്തുന്ന ആളുകൾ ശ്രദ്ധിക്കാറില്ല, ചെവിക്കൊള്ളാറില്ല എന്നുള്ളതാണ്. അത്തരം മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നത് കൂടിയാണ് ഇത്തരത്തിലൊരു പ്രശ്നം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, കോഴിക്കോട് ബീച്ചിൽ ആളുകൾ സ്ഥിരമായി പന്ത് കളിക്കുന്നതും മറ്റ് കാര്യങ്ങളൊക്കെ പതിവാണ്. കാരണം പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ. അപ്പോൾ അത്തരത്തിൽ പന്ത് കളിക്കാനെത്തിയ ഒളവണ്ണയിലെ ഒരുപറ്റം കുട്ടികൾ ഇവിടെ പന്ത് കളിച്ചു കൊണ്ടിരിക്കുന്നതിനിടെയാണ് അത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ പന്ത് കളിക്കിടെ പന്ത് തിരമാലയിലേക്ക് പോവുകയും അത് എടുക്കാൻ വേണ്ടി ആദിൽ എന്ന് പറയുന്ന 17 വയസ്സുള്ള കുട്ടി പോവുകയും ചെയ്തു. ആ സമയത്താണ് ഈ കുട്ടി ഈ തിരമാലയിൽ അകപ്പെട്ടത്. പിന്നാലെ ഈ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് മറ്റൊരു കുട്ടി പോയത്. ആ കുട്ടിയുടെ പേരും ആദിലാണെന്നാണ് പറയുന്നത്. അത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണമില്ല. എങ്കിൽ കൂടിയും അങ്ങനെ 2 പേരാണ്, 17 വയസ്സുള്ള 2 കുട്ടികളാണ് ഇപ്പോൾ തിരയിൽ അകപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ കുട്ടികളെ രക്ഷപ്പെടുത്താനുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. 2 കുട്ടികളാണ് തിരയിൽപ്പെട്ടത്. കോഴിക്കോട് ബീച്ചിലാണ് സംഭവം. പന്ത് കളിക്കുന്നതിനിടെ പന്ത് കടലിലേക്ക് പോയി. അതെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയിലാണ് തിരയിലകപ്പെട്ടത്. 2 പേർക്കും 17 വയസ്സാണുള്ളത്. അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരും ഒപ്പം തന്നെ തീര സംരക്ഷണ സേനയുൾപ്പെടെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും റിയാസ് KMR.